ഹായ് ഫ്രണ്ട്സ്, അപ്പം സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റിങ്ങിനെ പറ്റി പഠിക്കുന്ന രണ്ടാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പം നമ്മൾ പ്രീവിയസ്ലി ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നതിനെ പറ്റിയിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ ഓൾറെഡി സംസാരിച്ചതാണ് അല്ലേ. തീർച്ചയായിട്ടും നമ്മൾ ആ വീഡിയോയുടെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ അത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഹൗ ഡസ് ദ സ്റ്റോക്ക് മാർക്കറ്റ് വർക്ക്? അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. വാട്ട് വിൽ യു ലേൺ ടുഡേ? ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഹൗ കമ്പനീസ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ഇൻറ്ററാക്ട് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്. എങ്ങനെയാണ് ഒരു കമ്പനീസ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റേഴ്സ് ഇൻറ്ററാക്ട് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്, ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻറ്ററാക്ട് അല്ലെങ്കിൽ ബന്ധപ്പെടുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ബട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റ് എന്താണ്, അതുപോലെ തന്നെ സെക്കൻഡറി മാർക്കറ്റ് എന്താണ് എന്നുള്ള വളരെ ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നമ്മൾ അടുത്ത സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഹൗ പ്രൈസസ് ആർ ഡിറ്റർമൈൻഡ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്. ഷെയർ മാർക്കറ്റിൽ ഒരു കമ്പനിയുടെ പ്രൈസ് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുക എന്ന് പറയുന്ന വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റും കൂടി നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നതാണ്. തീർച്ചയായിട്ടും മുഴുവനായിട്ടും ശ്രദ്ധിച്ചും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്താണ് പ്രൈമറി മാർക്കറ്റ്? The primary market. Companies raise funds by issuing shares for the first time through initial public offering. അതായത് ഒരു കമ്പനിക്ക് പബ്ലിക്കിൻ്റെ അടുക്കൽ നിന്ന് ആദ്യമായിട്ട് ഫണ്ട് റേസ് ചെയ്യണമെന്ന് തോന്നുകയാണ് എങ്കിൽ കമ്പനീസ് കുറേ പ്രക്രിയ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. സോ അങ്ങനെ പറയുന്ന ഒരു പ്രക്രിയയാണ്, അപ്പം അങ്ങനെ പറയുന്ന പ്രക്രിയനെ പറയുന്ന പേരാണ് എന്ത്? ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്, IPO എന്ന് പറയുന്നത്. ഇൻവെസ്റ്റേഴ്സ് ബൈ ഡയറക്ട്ലി ഫ്രം ദ കമ്പനി. ഈ IPO വഴി എന്ത് സംഭവിക്കും? നമ്മളെപ്പോലെയുള്ള ഇൻവെസ്റ്റേഴ്സ് ഡയറക്റ്റായിട്ട് കമ്പനീൻ്റെ അടുക്കുന്ന കമ്പനിക്ക് പൈസ കൊടുത്തുകൊണ്ട് നമ്മൾ ഷെയർ വാങ്ങിക്കുന്ന ഒരു രീതി, അല്ലെ ലോട്ട് വൈസിൽ ഷെയർ വാങ്ങിക്കുന്ന ഒരു പ്രക്രിയയാണ് IPO എന്ന് പറയുന്നത്. IPO കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ ഈ ഷെയർ മാർക്കറ്റിൽ നമ്മൾ ഷെയർ വാങ്ങുന്നത്. സോ നമ്മൾ അങ്ങനെ വാങ്ങുന്ന ഷെയർ ഡയറക്റ്റ്ലി നമ്മൾ കമ്പനീസിൻ്റെ അടുക്കുന്ന വാങ്ങിക്കുന്ന ഷെയർ അല്ല, അത് എക്സ്ചേഞ്ച് ത്രൂ നമുക്ക് മറ്റ് ആളുകളുടെ അടുക്കുള്ള ഷെയർ നമുക്ക് എക്സ്ചേഞ്ച് എന്താ പറയുക, ജസ്റ്റ് ട്രാൻസ്ഫർ ചെയ്തു തരുന്ന സംഭവം അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് അല്ലേ, കൈമാറ്റം ചെയ്യുന്ന ഒരു സംഭവമാണ് അതല്ലേ. അതുകൊണ്ട് തന്നെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് അല്ലേ. NSEയുടെയും BSEയുടെയും ധർമ്മം അത് തന്നെയാണ്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് IPO നടന്നതാണ് എന്ത്, സ്പെസിഫിക് എക്സാമ്പിൾ ലൈക്ക് LIC അല്ലെങ്കിൽ സൊമാറ്റോ. ഒക്കെ പ്രൈമറി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങളും ഒരു പക്ഷേ ഒരു പൈസ കമ്പനിക്ക് ഡയറക്റ്റ്ലി നിങ്ങൾ ഈ ഒരു IPO പ്രോസസ്സിൽ അല്ലെങ്കിൽ IPO പ്രക്രിയയിൽ നിങ്ങളും പങ്കാളിയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ കമ്പനീസിൻ്റെ ഷെയർ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് വഴി തന്നെ വാങ്ങിക്കാൻ പറ്റുന്നതായിരുന്നു. ഓക്കെ, കമ്പനി IPO പ്രോസസ്സ് വഴി ഡയറക്റ്റ്ലി ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്ന രീതിയാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. ദ സെക്കൻഡറി മാർക്കറ്റ് where shares are traded between investors after the IPO പ്രോസസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ IPO വഴി സമാഹരിച്ച കമ്പനീസിൻ്റെ ഷെയർസ് പിന്നീട് എന്താ പറയുക, ഈ ഓണേഴ്സിന് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് മറച്ചു വെക്കണമെന്ന് താല്പര്യമുണ്ടാവും. സോ അങ്ങനെ മറച്ചു വെക്കണമെന്ന് അവർ വിചാരിക്കുമ്പം അവർക്ക് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എന്താ പറയേണ്ടത്, എക്സ്ചേഞ്ചിൻ്റെ ഹെൽപ്പ് വേണം. അത് തന്നെയാണ് ഈ സെക്കൻഡറി മാർക്കറ്റിൽ നടക്കുന്നത്. നമ്മളെപ്പോലെയുള്ള ആളുകൾ ബ്രോക്കറിൻ്റെ ടെർമിനലിൽ ഇപ്പോൾ അപ്സ്റ്റോക്സ്, സെറോദ പോലെയുള്ള മറ്റ് പല ബ്രോക്കേഴ്സിൻ്റെ ആപ്പിലൂടെ നമ്മൾ ഷെയർ വാങ്ങി വിൽക്കുന്ന രീതിയില്ലേ, അത് തന്നെയാണ് ഈ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കമ്പനീസ് ആർ നോട്ട് ഇൻവോൾവ്ഡ് ഇൻ ദിസ് ട്രാൻസാക്ഷൻ. യാതൊരു കാരണവശാലും മെയിൻ കമ്പനി അല്ലെങ്കിൽ ഏത് കമ്പനിയുടെ ഷെയർ ആണോ ഇവിടെ വാങ്ങിക്കുന്നത് വിൽക്കുന്നത് ഡയറക്റ്റ് കമ്പനിയുമായിട്ട് ഒരു ഡീലിംഗ് ഇവിടെ നടക്കുന്നില്ല. ഇപ്പം നമ്മൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഷെയർ അപ്സ്റ്റോക്സ് വഴി അല്ലെങ്കിൽ സെറോദ ഗ്രോ വഴി വാങ്ങുന്നത്, അല്ലെങ്കിൽ റിലയൻസിൻ്റെ ഷെയർ വാങ്ങുന്നത്, ഇതൊന്നും കമ്പനിക്ക് നമ്മൾ പൈസ കൊടുത്തിട്ട് അല്ലെങ്കിൽ കമ്പനിയുടെ ഷെയർ വാങ്ങി വിൽക്കുന്ന ഒരു രീതിയല്ല ഇതല്ലേ. ഓൾറെഡി കമ്പനിയുടെ ഷെയർ വാങ്ങിയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് എക്സ്ചേഞ്ച് ത്രൂ ട്രാൻസാക്ഷൻ നടത്തുന്ന ഒരു സംഭവമാണിത് സെക്കൻഡറി മാർക്കറ്റിൽ നടക്കുന്നത്. ഓക്കെ, ഇൻവെസ്റ്റർ A സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ഇൻവെസ്റ്റർ B. അതായത് ഇപ്പം എന്താ പറയുക, ഇൻവെസ്റ്റർ A എന്ന് പറയുന്ന ഒരാൾ ഓൾറെഡി ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിയിട്ടുണ്ടാകും. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു 100 ഷെയർ വാങ്ങിയിട്ടുണ്ട്. സോ ഇവർക്ക് ആ ഷെയർ വിൽക്കണമെന്നുണ്ടാകും അല്ലേ. അപ്പോൾ ഇവർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനോട് പറയുന്നു, എൻ്റെ ഈ 100 ടാറ്റ മോട്ടോഴ്സിൻ്റെ ഷെയർ എനിക്ക് വിൽക്കണമെന്ന് പറഞ്ഞിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഒരു നിർദ്ദേശം കൊടുക്കുന്നു ബ്രോക്കർ ത്രൂ. ഇൻവെസ്റ്റർ ബിക്ക് തോന്നുകയാണ് എനിക്ക് 100 ഷെയർ വേണം, അപ്പോൾ എനിക്ക് 100 ഷെയർ വേണമെന്ന് പറഞ്ഞിട്ട് ആ ഇൻവെസ്റ്റർ B അവരുടെ ബ്രോക്കറിന് ഒരു നിർദ്ദേശം കൊടുക്കുന്നു. സോ ഈ ബ്രോക്കേഴ്സ് ഈ എക്സ്ചേഞ്ചിൽ ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു. സോ അങ്ങനെ പാസ് ചെയ്യുന്ന ഈ ഇൻഫർമേഷൻ മാച്ചായി കഴിയുമ്പോൾ ഈ
കമ്പനിയുടെ 100 ഷെയർ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് സെക്കൻഡറി മാർക്കറ്റിൽ നടക്കുന്നത്. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്, ഹൗ പ്രൈസസ് ആർ ഡിസൈഡഡ്, എങ്ങനെയാണ് ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നത് പറയുന്ന വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നമ്മളിനി പറയുന്നത്, അല്ലെങ്കിൽ വളരെ ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ഓക്കെ, ഡിമാൻഡ് ആൻഡ് സപ്ലൈനെ പറ്റിയിട്ട് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ അതിൻ്റെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുക്കുന്നതാണ്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഹൈ ഡിമാൻഡ് ഈക്വൽ ടു ഹയർ പ്രൈസസ്. വളരെ ബേസിക് ആയിട്ട് വളരെ ലോജിക്കലായിട്ടുള്ള റീസൺ ആണ് ഇവിടെ സംഭവിക്കുന്നത് അല്ലേ. അതായത് ഒരു കമ്പനിയുടെ സ്റ്റോക്കിന് അതായത് വളരെ ശക്തമായിട്ടുള്ള ഡിമാൻഡ് ഉണ്ട് എങ്കിൽ ആ കമ്പനിയുടെ പ്രൈസ്, ഷെയർ പ്രൈസും വളരെ ശക്തമായിട്ട് കൂടും എന്നുള്ള ഒരു റീസൺ, ഒരു ലോജിക്കൽ റീസൺ വഴിയാണ് ഈ പ്രക്രിയയും നടക്കുന്നത്. ലോ ഡിമാൻഡ് ആണെങ്കിൽ ലോവർ പ്രൈസ്. ഇപ്പം നമ്മൾ ടെസ്ലയുടെ ഒക്കെ കേസ് കണ്ടതാണ് അല്ലേ. ഇപ്പം റീസെൻ്റ് ആയിട്ട് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ഒക്കെ ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞതിന് ശേഷം ഇലോൺ മസ്കിൻ്റെ കമ്പനീസിനൊക്കെ ശക്തമായിട്ടുള്ളൊരു കുതിപ്പാണ് ഉണ്ടായിട്ടുള്ളത്. ടെസ്ലയൊക്കെ വളരെ ശക്തമായിട്ട് ഉയർന്നു. കാരണം എന്താണ്, അതായത് ഈ ട്രംപിൻ്റെ വിജയം ഈ ഒരു ടെസ്ല കമ്പനീനെ പല രീതിക്കും ഫേവർ ചെയ്യുമെന്ന് പല ഇൻവെസ്റ്റേഴ്സും എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, നമ്മൾ റീസെൻ്റ് ആയിട്ട് മറ്റേ ചെയ്ത വീഡിയോയിൽ ഷെയർ മാർക്കറ്റ് എന്താ പറയുക എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ തീർച്ചയായിട്ടും എക്സ്പെക്റ്റേഷൻ തിയറി വൈസ് ആണ് അല്ലേ. അതായത് പല ഇൻവെസ്റ്റേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചിട്ടാണ് ഷെയർ ഫ്ലക്ച്വേറ്റ് ആവുന്നത്. ഓക്കെ, ന്യൂസ് ആൻഡ് ഇവൻറ്റ്സ്, മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് ബേസ്ഡ് ഓൺ പൊളിറ്റിക്കൽ ഓർ കമ്പനി ന്യൂസ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ, നമ്മുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ അതേ എക്സാമ്പിൾ പൊളിറ്റിക്കൽ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് എടുക്കാം. അതുപോലെ തന്നെ കമ്പനിയുടെ ന്യൂസ്, കമ്പനി നല്ല രീതിക്ക് അതിൻ്റെ ഏർണിങ്സ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് കമ്പനിയുടെ ഷെയർ പ്രൈസിനെ നന്നായിട്ട് അല്ലെങ്കിൽ ശക്തമായിട്ട് കുതിക്കാൻ വേണ്ടിയിട്ട് പോസിബിലിറ്റി ഉണ്ട് അല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് പറയുന്നത്, നെക്സ്റ്റ് കമ്പനി പെർഫോമൻസ്, റവന്യൂ, പ്രോഫിറ്റ്സ് ആൻഡ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ. മാർക്കറ്റ് ട്രെൻഡ്സ്, ബുള്ളിഷ് ഓർ ബിയറിഷ് മാർക്കറ്റ് കണ്ടീഷൻസ്. ഓവറോൾ മാർക്കറ്റ് ബുള്ളിഷ്നെസ് അല്ലെങ്കിൽ ശുഭസൂചനയാണ് നൽകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ആ കമ്പനീസ് അല്ലെങ്കിൽ ആ കൺട്രിയിലെ പല കമ്പനീസും നല്ല ശക്തമായിട്ട് ഏർണിങ്സ് കാഴ്ചവെക്കുന്ന പല കമ്പനീസും ശക്തമായിട്ട് ഉയരാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് കാണിക്കുന്നു. അതുപോലെ തന്നെ കമ്പനി ഓവറോൾ അല്ലെങ്കിൽ ആ കൺട്രി ഓവറോൾ ബിയറിഷ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും പല കമ്പനീസും, പല ശക്തമായിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനീസിനെ പോലും അത് ബിയറിഷ് ആയിട്ട് അഫക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, നമ്മൾ കൊറോണ വന്ന സമയത്തും അല്ലെങ്കിൽ ഒരു റഷ്യ ഉക്രൈൻ വാർ വന്ന സമയത്തും ഒക്കെ നമ്മളത് കണ്ടതാണ്. ഓക്കെ, ഷെയർ മാർക്കറ്റിൽ നടക്കുന്ന അതേ ഗ്രാഫിക്കൽ മൂവാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഡിമാൻഡും സപ്ലൈ എപ്പോഴും ഫ്ലക്ച്വേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, റോൾസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ റോൾസ്, ധർമ്മങ്ങളാണ് ഇനി പറയുന്നത്. പ്രൊവൈഡ് എ റെഗുലേറ്റഡ് പ്ലാറ്റ്ഫോം ഫോർ ബൈയിങ് ആൻഡ് സെല്ലിങ് ഷെയർസ്. അതായത് നമുക്കിപ്പോൾ പല സാധനങ്ങളും വാങ്ങിക്കണമെങ്കിൽ നമുക്ക് മാളിൽ പോകാം, അല്ലെങ്കിൽ വലിയ വലിയ മാർക്കറ്റിൽ പോകാം. അതും അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ വെബ്സൈറ്റ് വഴി ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ നിങ്ങൾക്ക് ഷെയർ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ, പബ്ലിക്കലി ലിസ്റ്റ് ചെയ്ത ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിക്കണമെന്നുണ്ട് എങ്കിൽ, ഇന്ത്യയുടെ കേസ് സംസാരിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സ്ചേഞ്ചിൻ്റെ ആവശ്യം അനിവാര്യമാണ്. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് യാതൊരു കാരണവശാലും സെക്കൻഡറി മാർക്കറ്റിൽ നിങ്ങൾക്ക് ഷെയർ വാങ്ങാനും വിൽക്കാനും പറ്റില്ല എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം. ഓക്കെ, ആ ഒരു ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെയും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെയും ധർമ്മം എന്ന് പറയുന്നത്. എൻഷുർ ട്രാൻസ്പെറൻസി ആൻഡ് ലിക്വിഡിറ്റി, സുതാര്യത ഉറപ്പുവരുത്തും. അതുപോലെ തന്നെ ലിക്വിഡിറ്റിയും. ഓക്കെ, പല കമ്പനീസും അല്ലെങ്കിൽ പല ബ്രോക്കേഴ്സും അല്ലെങ്കിൽ പല കമ്പനീസും ഈ NSE, BSE ആയിട്ട് ടൈപ്പ് ആയിരിക്കും. ഓക്കെ, അവരുടെ കമ്പനീസിലെ അല്ലെ അവരുടെ ഷെയറിനെ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യണമെങ്കിൽ അവർ തീർച്ചയായിട്ടും ഈ NSE അല്ലെങ്കിൽ BSEയിൽ പോയിട്ട് ഓൾറെഡി അപ്പോയിൻമെൻ്റ് എടുത്ത് എല്ലാ കാര്യവും ചെയ്തു വെച്ചിട്ടുണ്ടാകും. ഓക്കെ, ഈ ഒരു NSE, BSEയിലൂടെ മാത്രമേ ഇവരുടെ കമ്പനീസിനെ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ. അതുപോലെ തന്നെ ഒരുപാട് കമ്പനീസ് അല്ലെങ്കിൽ ഒരുപാട് ബ്രോക്കേഴ്സ് ഈ ഒരു NSE, BSE ആയിട്ട് ടൈപ്പ് ചെയ്യുന്നത് വഴി തന്നെ പല ഇൻവെസ്റ്റേഴ്സുമായിട്ടും NSE, BSEക്ക് ടൈപ്പ് ഉണ്ട്. സോ ഒരുപാട് കമ്പനീസ് അല്ലെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഷെയറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവരുടെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ ലിക്വിഡിറ്റി ഇവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഏത് ഷെയർ വേണമെന്ന് പറഞ്ഞാലും ഇവർക്ക് മാക്സിമം ലിക്വിഡിറ്റി പെട്ടെന്ന് തന്നെ ആ ഒരു കമ്പനീസ് അത്രയും ഹൈലി ലിക്വിഡ് ആണ് എങ്കിൽ, ഒരുപാട് ആളുകൾ വാങ്ങാനും വിൽക്കാനും ഉണ്ട് എങ്കിൽ അവർക്ക് ഈസിലി എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, കീ പ്ലേയേഴ്സ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ട്രേഡേഴ്സ് ആൻഡ് റെഗുലേറ്റേഴ്സ്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പം ഇൻഡിവിജ്വൽസ് ലൈക്ക് യു ആൻഡ് മീ,
ഞാനോ അല്ലെങ്കിൽ നിങ്ങളെ പോലെയുള്ള ആളുകൾ വളരെ ചെറിയ ക്യാപിറ്റൽ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഷെയർ വാങ്ങണമോ വിൽക്കണമോ എന്നൊക്കെ തീരുമാനിച്ച് വാങ്ങുന്ന ആളുകളെയാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പം വളരെ വലിയ ക്യാപിറ്റൽ കയ്യിലുള്ള ആളുകളാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഇന്ത്യയുടെ കേസ് അല്ലെങ്കിൽ ലോകത്തിന്റെ കേസ് ഒക്കെ എടുത്തു നോക്കിയാൽ വളരെ വലിയ ബാങ്കുകൾ ഉണ്ടാവും. HDFC ബാങ്ക്, കോട്ടക് ബാങ്ക്, ICICI ബാങ്ക്, അങ്ങനെ ഒരുപാട് ബാങ്കുകളുണ്ട്. സോ ഇവരൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ്. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്സ് അല്ലെ, പരാഗ് പരീഖ് മ്യൂച്വൽ ഫണ്ട്സ്, HDFC മ്യൂച്വൽ ഫണ്ട്സ്, SBI ഫ്ലെക്സി ക്യാപ്, അതുപോലെയുള്ള ഒരുപാട് മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ പെൻഷൻ ഫണ്ട്സ്, പിന്നെ നമ്മുടെ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്ന LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഒക്കെ വളരെ വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണ്. ഓക്കെ, ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് തന്നെ ഡൊമസ്റ്റിക്കും ഉണ്ട്, അതുപോലെ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഉണ്ട്. ഓക്കെ, നമ്മുടെ ഇന്ത്യയുടെ കേസ് സംസാരിക്കുകയാണെങ്കിൽ ഇന്ത്യക്കുള്ളിൽ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെയാണ് DIIs എന്ന് പറയുന്നത്. ഓക്കെ, അതേസമയം ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന പല ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാകും. ബട്ട് ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വ്യഗ്രതയും ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകളാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ട്രേഡേഴ്സ്, ഷോർട്ട് ടേം പാർട്ടിസിപ്പൻസ് എയിമിംഗ് ടു പ്രോഫിറ്റ് ഫ്രം പ്രൈസ് മൂവ്മെന്റ്സ്. അതായത് നമ്മളിപ്പം ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലേ ഷെയർ മാർക്കറ്റിൽ. അതായത് ഇന്ന് നമ്മൾ സ്റ്റോക്ക് വാങ്ങിയിട്ട് വൈകുന്നേരം 3:30 തന്നെ നമ്മൾ വിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇൻട്രാഡേ ട്രേഡിംഗ് ആണ്. ഓക്കെ, അങ്ങനെ ട്രേഡേഴ്സും ഈ ട്രേഡിങ്ങിൽ അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വളരെ വലിയ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. റെഗുലേറ്റേഴ്സ്, സെബി എൻഷുവേഴ്സ് ഫെയർ പ്രാക്ടീസസ് ആൻഡ് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ. ഹൗ ഡസ് ട്രേഡിംഗ് വർക്ക്? എങ്ങനെയാണ് ട്രേഡിംഗ് വർക്ക് ചെയ്യുന്നതെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അറിയില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് കാണാം. ഓപ്പൺ എ ഡിമാറ്റ് അക്കൗണ്ട്, ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് വിത്ത് എ ബ്രോക്കർ. ഒരു ബ്രോക്കറുമായിട്ട് നിങ്ങളൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അല്ലേ. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങാനും വിൽക്കാനും വേണ്ടി പറ്റും. ഒരു ട്രേഡ് അല്ലെങ്കിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, പ്ലേസ് എ ബൈ ഓർ സെൽ ഓർഡർ. ഓർഡേഴ്സ് ആർ മാച്ച്ഡ് ഓൺ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓർഡേഴ്സ് വളരെ എളുപ്പത്തിൽ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മാച്ച് ആകും. ഷെയർസ് ആർ ക്രെഡിറ്റഡ് ഓർ ഡെബിറ്റഡ് ഇൻ യുവർ ഡിമാറ്റ് അക്കൗണ്ട്. കമ്പനിയുടെ ഷെയർസ് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും. നിങ്ങളിപ്പോൾ ഒരു 100 ICICI ബാങ്കിൻ്റെ ഷെയർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ T+2 2 ട്രേഡിംഗ് ഡേയ്സ് കഴിഞ്ഞ് കഴിയുമ്പം ആ 100 ICICI ബാങ്കിൻ്റെ ഷെയർ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഹോൾഡിങ്ങിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിങ്ങൾക്കത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട ലിങ്ക് വേണമെങ്കിൽ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഇൻവെസ്റ്റർ, ബ്രോക്കർ, എക്സ്ചേഞ്ച്, ഇൻവെസ്റ്റർ. Why is the stock market crucial? Provides companies with funding to grow, offer individual opportunities to build wealth, reflects the health of the economy. നമ്മൾ നേരത്തെ വീഡിയോയിൽ അല്ലെങ്കിൽ പ്രീവിയസ്ലി ചെയ്ത വീഡിയോയിൽ ഓൾറെഡി സംസാരിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും. ഓക്കെ, ദ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് എ ബാരോമീറ്റർ ഓഫ് ദി എക്കണോമി. ഒരു എക്കണോമി ശക്തമായിട്ടാണോ പോകുന്നത് അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലാണോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ കൺട്രിയുടെ സ്റ്റോക്ക് മാർക്കറ്റ് എടുത്തു വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, വാട്ട് ഹാവ് വി ലേൺഡ്? നമ്മൾ ഈ വീഡിയോയിൽ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ വളരെ ചുരുക്കത്തിൽ പറയുകയാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക. ദ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് എ പ്ലാറ്റ്ഫോം ഫോർ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഷെയർസ്. ഒന്നും തന്നെയല്ല, നിങ്ങൾക്ക് ഷെയർ വാങ്ങാനും വിൽക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. കമ്പനീസ് യൂസ് ഇറ്റ് ടു റേസ് ഫണ്ട് ത്രൂ IPOs. കമ്പനി എന്തിനാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ ഉപയോഗിക്കുന്നത്? കമ്പനിയുടെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് തന്നെ എന്തിനാണ്? അവർക്ക് ക്യാപിറ്റൽ, അതായത് അവരുടെ കമ്പനി എക്സ്പാൻഷൻ വിപുലീകരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർ ഓൾറെഡി എടുത്ത ഡെപ്റ്റ് ഒക്കെ അവർക്ക് അടച്ചു തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ IPO ചെയ്യുന്നത്. പ്രൈമറി വേഴ്സസ് സെക്കൻഡറി മാർക്കറ്റ് നമ്മൾ വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്നുകൂടി പ്രീവിയസ്ലി പോയിട്ട് അത് കണ്ടു നോക്കുക. സ്റ്റോക്ക് പ്രൈസസ് ആർ ഡിറ്റർമൈൻഡ് ബൈ ഡിമാൻഡ്, സപ്ലൈ ആൻഡ് കമ്പനി പെർഫോമൻസ്. ഡിമാൻഡും സപ്ലൈയും അതുപോലെ തന്നെ കമ്പനിയുടെ പെർഫോമൻസും നോക്കിയിട്ടാണ് ഒരു കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് നിർണ്ണയിക്കപ്പെടുന്നത്. പ്ലസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സംഭവമാണ് എക്സ്പെക്ടേഷൻ തിയറി. ഒരു കൂട്ടം ആളുകളുടെ ബിഹേവിയർ ആണ് ഷെയർ മാർക്കറ്റിൽ പ്രതിഫലിക്കുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലൈക്ക് NSE ആൻഡ് BSE എൻഷുവർ ഫെയർ ആൻഡ് സെക്യൂർ ട്രേഡിംഗ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലൈക്ക് NSE ആൻഡ് BSE എൻഷുവർ ഫെയർ ആൻഡ് സെക്യൂർ ട്രേഡിംഗ്. ഓക്കെ, അത് 2 പ്രാവശ്യം വന്നു അല്ലേ. ജസ്റ്റ് നിങ്ങൾക്കത് ഇതിനൊരു മനസ്സിലായി വിശ്വസിക്കുന്നു. വാട്ട്സ് നെക്സ്റ്റ്? Now that you know how the stock market works, it's time to understand the types of stocks and how to choose them. In the next video, we will dive into the history of stock markets in India and globally.
അടുത്ത വീഡിയോയിൽ നമ്മൾ വിശദമായി സംസാരിക്കാൻ പോകുന്നത് ഹിസ്റ്ററി ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ്സ് ഇൻ ഇന്ത്യ ആൻഡ് ഗ്ലോബലി. അതായത് ഷെയർ മാർക്കറ്റിൻ്റെ ഒരു ചരിത്രത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, ചരിത്രം മീൻസ് എങ്ങനെയാണ് ഷെയർ മാർക്കറ്റ് എമർജ് ആയത്, വളരെ ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അതായത് നിങ്ങൾ ഇത് അറിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക, നിങ്ങളൊരു ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് നികത്താൻ പറ്റും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇൻവെസ്റ്റിംഗ് ഇൻ നോളജ് പേസ് ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. നിങ്ങൾ കൂടുതലായിട്ടും ട്രേഡിങ്ങിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റിങ്ങിനെ പറ്റിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, പല ബുക്കുകൾ വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, പല യൂട്യൂബ് വീഡിയോസും കണ്ടിട്ട് എന്താ പറയുക ഇൻവെസ്റ്റിങ്ങിൻ്റെ നോളജ് കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അതാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും അല്ലെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള ഇൻട്രസ്റ്റ് പലിശ നിങ്ങൾക്ക് തരുന്നത് ഈ ഒരു കാര്യം തന്നെയാണ്. സോ നിങ്ങൾ മാക്സിമം എത്രത്തോളം അറിയാൻ വേണ്ടി ശ്രമിക്കാൻ പറ്റുമോ അത്രത്തോളം അറിയുക. ദ മോർ യു ലേൺ ദ മോർ യു ഏൺ. ഓക്കെ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.